ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ നോമ്പാണ്. അപ്പം 29ാമത്തെ നോമ്പിന് ഇടയത്താഴം കഴിക്കാനായിട്ട് ഇറങ്ങിപ്പോവാണ്. 18ാം പടി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. കാരണം ഏറ്റവും അടിയിലാണ് കിച്ചണൊക്കെ വരുന്നത്. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ചോറായിരുന്നു. ചോറും ചമ്മന്തിയും മീൻ പൊരിച്ചതും മോര് കാച്ചിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരു കട്ടനൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് അത്തായും മക്കളുമൊക്കെ മേളിൽ കയറിപ്പോയി. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അതിനുശേഷം നമസ്കരിച്ച് ഖുറാനെല്ലാം ഓതിയിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. എവിടെ പോവാടാ നമ്മൾ? എവിടെ പോവാ? അപ്പം നമ്മൾ പോകുന്നത് ഓട്ടോയിലാണ്. ഇപ്പോൾ ഓട്ടോയിൽ പോയിട്ട് പിന്നെ ബസ്സിൽ അങ്ങനെ ആലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ പുനലെ ടൗൺ ഫുള്ള് കറങ്ങി അടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ബസ് വന്നത്. ബസ് വന്ന് അതിനകത്ത് സീറ്റ് കിട്ടി. ഒന്ന് കാറ്റടിച്ചപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മോനുറക്കം വന്നു. നോമ്പിൻ്റെ ആ ക്ഷീണവും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പുറത്ത് നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ പുനലൂരെത്തി. ആദ്യം തന്നെ നമ്മൾ പോയത് NKയിലാണ്. NKയിൽ അതേപോലെ ഭയങ്കര സെലക്ഷനൊന്നും ഇല്ലായിരുന്നു. ഈ പറയുന്ന വലിയ ആണുങ്ങൾക്കുള്ള ഷർട്ടുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. ഈ കിഡ്സ് വെയർ നമ്മുടെ എൻ്റെ റംസുവിൻ്റെ പ്രായത്തിനൊക്കെ ഉള്ള ആ ഒരു പ്രായത്തിനുള്ള ഷർട്ടും പാൻറ്റും ഒന്നും എനിക്കവിടെ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നോക്കി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ പുനലൂരിലുള്ള വേറൊരു കടയിൽ കയറിയിട്ടാണ് ഇവന്മാർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചത്. ഈ ഒരു ഇപ്പോഴത്തെ മോഡലിലുള്ള ഡ്രസ്സുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ പയ്യൻസിൽ കയറി ഇവന്മാർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ച്. പിന്നെ മോക്ക് എടുക്കണമായിരുന്നു. മോക്കും തൊട്ടപ്പുറത്തുള്ള ഒരു കിഡ്സ് വെയറിൽ കയറി ന്യൂ ബോൺ ഇതാണ് വാങ്ങിച്ചത്. മോക്കും വാങ്ങിച്ച് പിന്നെ നമ്മൾ വേറെ കുറേ കടത്തിൽ കയറി. പിന്നെ പുനലൂർ ടൗൺ ഫുള്ള് നമ്മൾ വെയിൽ കൊണ്ട് പൊരിഞ്ഞ് കരിഞ്ഞ് കരിവാളിച്ചാണ് തിരിച്ച് വീട്ടിൽ എത്തിയത്. തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് 5 മണിയായി. അങ്ങനെ ഞങ്ങൾ കിട്ടാത്ത സാധനങ്ങൾ അന്വേഷിച്ച് ലാസ്റ്റ് ചെന്നെത്തിയത് ഈ രാധാസിലാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പം തന്നെ ഫ്രണ്ടിൽ 3 പേരിരുന്ന് മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ശ്വാസം വിടാൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ശ്വാസം നേരെ വീണത്. പിന്നെ അതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കാനുള്ള പരിപാടികളിലേക്ക് കടന്നു. പിന്നെ നമ്മുടെ അത്ത ഉള്ളതുകൊണ്ട് അത്തായും അമ്മായും കൂടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ സമൂസയൊക്കെ പൊഴിച്ച് അതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ റെഡിയാക്കി നോമ്പൊക്കെ മുറിച്ച് അതിന് ശേഷം നമസ്കരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതാ മക്കൾ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. പിന്നെ അത്തായ അമ്മായി ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. നോമ്പൊക്കെ തുറന്ന് അതിന് ശേഷമാണ് അത്തായ അമ്മായിയൊക്കെ ഒന്ന് കാണിക്കുക. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ മോഡലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ മോളിതാ കുറച്ച് നേരം TV ഒക്കെ കാണുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ കറിയൊക്കെ വെച്ച്. അത്ത പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്ത പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ മോളത്ത് ഈദ് മുബാറക്ക് പറയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ദോശയൊക്കെ ചുട്ട് ബീഫ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. സ്റ്റാർ ഫിഷ് ദോശ.
അങ്ങനെ ഞങ്ങളിതാ ദോശയും ബീഫ് കറിയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ നോമ്പ് നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.